Hello, my dear students. Welcome back to Aegon Learning. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാളെ നിങ്ങളെ +1 മാത്സ് എക്സാം ആണ്. സോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ മാത്സ് എക്സാം പണി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. സാറേ, പണി കിട്ടുമോ? മാത്സ് എക്സാം പണി കിട്ടുമെന്ന് നോക്കുകയാണെങ്കിൽ, എടാ നിങ്ങളിപ്പോ +1ലേക്ക് വന്നതിന് ശേഷം കേരള ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള കേരള ഗവൺമെന്റ് നടത്തിയ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. എനിക്ക് തോന്നുന്നു ഓണം എക്സാം അധികവും ഇവരെ സ്കൂളാണ്. അപ്പൊ കെമിസ്ട്രിയുടെ എക്സാം അവരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മാത്സിന്റെ ആദ്യത്തെ എക്സാം ആണ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇന്ന് +2കാരെ മാത്സ് എക്സാം കഴിഞ്ഞു. +2ന്റെ എക്സാം നമുക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യാന്നല്ലാതെ വേറെ വഴിയില്ല. കാരണം നിങ്ങൾ ബോർഡ് മാത്സിന്റെ ഇതുവരെ അങ്ങനെ ഒരു +1 എത്തിയതിന് ശേഷം എഴുതിയില്ല. അപ്പൊ +2ന്റെ എക്സാം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ +2ന്റെ എക്സാം മക്കളെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ തന്നെയായിരുന്നു +2ന്റെ എക്സാം. സോ നിങ്ങളെ ഏത് സീനിയേഴ്സിനോട് ചോദിച്ചാലും +2ൽ ഏത് സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതേ ഒരു അഭിപ്രായം തന്നെയാണ്. പിന്നെ എബോ ആവറേജ് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പം എനിക്ക് ഈസി ആയിരുന്നു എന്ന് പറയും. ഓക്കെ, എന്നാലും അത്യാവശ്യം ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ രാവിലെ ഇപ്പോൾ ബൂസ്റ്റർ കഴിഞ്ഞ് ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെയും മോർണിംഗ് ബൂസ്റ്റർ കഴിഞ്ഞിട്ടുള്ള അതിന്റെ താഴത്തുള്ള കമന്റുകൾ നിങ്ങൾ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെയും നമ്മളതും ചെക്ക് ചെയ്തോ. ഓക്കെ, മോർണിംഗ് ബൂസ്റ്ററിന്റെ കമന്റുകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്. കാരണം എക്സാം പാസ്സാവുന്ന പോലും പല മക്കൾക്കും ഡൗട്ട് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ പാറ്റേൺ എന്നല്ല, എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത് PYQs പഠിക്കുന്നു, പോയി എക്സാം എഴുതുന്നു, ഫുൾ മാർക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ കോവിഡിന് ശേഷം അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അന്ന് ഗവൺമെന്റ് തന്നെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു പോർഷനിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അത് മാത്രം ചോദിക്കും. സോ ടീച്ചേഴ്സ് പറയും ഇത് മാത്രമേ ചോദിക്കുള്ളൂ, നിങ്ങൾ അത് മാത്രം പഠിച്ചു പോകുന്നു. ബട്ട് ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ വർഷത്തോട് കൂടി, കഴിഞ്ഞ വർഷത്തെ +1 എക്സാമോട് കൂടി എൻഡ് ചെയ്തിട്ടുണ്ട്. സീനിയേഴ്സിന്റെ +1 ബോർഡ് എക്സാം ചോദിച്ചാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും, അവർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങളുടെ ഈ +1 എക്സാം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം +1ന്റെ ക്രിസ്മസ് എക്സാം അത്യാവശ്യം ടഫായിരിക്കും. സോ ഇതിനെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. സോ ഇത് മറികടക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് ഓൾറെഡി ഇവർ പഠിച്ചിട്ടുണ്ടാവും സാർ. കാരണം നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്, ഇനി എല്ലാവരെയും പഠിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കൺസെപ്റ്റ് മാത്രം അപ്ലൈ ചെയ്യുന്ന രീതിയിൽ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം മുന്നിൽ നിർത്തരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് വരണം. NCERT ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു മിസ്ലേനിയസ് അതായത് +2കാർക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ റിലേഷൻ ഫംഗ്ഷൻസും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്നാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഏതാ ഡിഫിക്കൽട്ട് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി ആയിരിക്കും, ചില ആൾക്കാർക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആയിരിക്കും, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആയിരിക്കും. സോ അങ്ങനത്തെ ചാപ്റ്ററിനാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു അത്ഭുതകരമായ ട്രെൻഡിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മറികടക്കാൻ നമ്മൾ കൃത്യമായിട്ട് എന്താക്കണം, NCERTയിലെ എല്ലാ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ മിസലേനിയസ് ക്വസ്റ്റ്യനും കവർ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ലൈവില് നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി പറയുകയാണെങ്കിൽ കഴിഞ്ഞ +2ന്റെ മാരത്തോണും ഇതേപോലെ തന്നെയാണ് ചെയ്തത്. മാരത്തോൺ +2കാരെ മാരത്തോണും നമ്മുടെ ബൂസ്റ്ററിന്റെ താഴത്തുള്ള കമന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുമ്പോഴും നന്നായിട്ട് എഴുതാൻ പറ്റി എന്ന് നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. സോ +1ൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഒരു അഭിപ്രായം ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പൊ നമ്മൾ വന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ലൈവില് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താക്കുക, ലൈവിൽ വന്ന് ഉഷാറായിട്ട് ഓരോ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മാരത്തോൺ നിങ്ങൾക്ക് കാണാം. അതിന് ശേഷം രാവിലെയുള്ള ബൂസ്റ്ററും കണ്ട് ഒന്നും കൂടി റിവൈസ് ചെയ്ത് എക്സാമിന് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പ്രവണതയാണ് കുട്ടികളുടെ. എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്തു, 2 ക്വസ്റ്റ്യൻ കണ്ടു, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പ്ലാറ്റ്ഫോം സ്വിച്ച് ചെയ്ത് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. സോ നിങ്ങൾ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യാന്നല്ലാതെ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് കിട്ടൂല, എവിടെയും ഒന്നും ഇല്ലാതായി അവസാനം ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് വരും. സോ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ എന്താക്കുക, ആ പ്ലാറ്റ്ഫോമിൽ സ്റ്റിക്ക് ചെയ്യാൻ ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാനാണ്. ഇനി നമ്മുടെ ലൈവിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ഫോക്കസ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യനും, അടിപൊളി ക്വസ്റ്റ്യൻസ്, മിസലേനിയസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, +1ല്
ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് സീരിയസ്നെസ് കുറവുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. സോ 10th ആ ഒരു ഇതിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഒരു എക്സാമിനേഷൻ ഇപ്പോഴത്തെ 12th ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സീനിയേഴ്സ് ഇതേപോലെ തന്നെയായിരുന്നു, വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ളതായിരുന്നു. ഒരു ബോർഡ് എക്സാം അങ്ങോട്ട് +1 ഡിഫിക്കൽട്ട് ആയപ്പോഴത്തേക്ക് അവർ അടിമുടി മാറി ആ പിള്ളേർ. അപ്പോൾ നിങ്ങൾക്കും മീൻസ് ആ ഒരു അങ്ങനെ ബോർഡ് എക്സാം ഡിഫിക്കൽട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മക്കളെ നിങ്ങൾ എത്തിക്കരുത്. കമന്റ് സെക്ഷനൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ ലൈവ് തന്നെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ അതിനു വേണ്ടി നിങ്ങൾ കമന്റ് സെക്ഷൻ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ എക്സാമിന്റെ സമയത്ത് വേറൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കമന്റ് സെക്ഷൻ ഉപയോഗിക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കമന്റ് സെക്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ലൈവിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ നമ്മുടെ ലൈവിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ലൈവിൽ വന്ന് ഉഷാറായിട്ട് പഠിക്കട്ടെ. നമുക്ക് എന്താക്കാം, ലൈവിൽ കാണാം, ബൂസ്റ്ററിലായിട്ട് കാണാം. ഇന്ന് ഈവനിങ് 7 മണിക്കാണ് മാരത്തോൺ വരുന്നത്. അതേപോലെ ബൂസ്റ്റർ നാളെ മോർണിംഗ് 6 മണിക്കാണ്. സോ അവിടെ വെച്ച് കാണാം മക്കളെ. പറഞ്ഞത് മറക്കണ്ട, അടിപൊളിച്ച് പഠിക്കാം. ബൈ.